السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇമാം നവവി റഹിമഹുല്ല ക്രോഡീകരിച്ച റിയാദുസ് സാലിഹീൻ എന്ന ഗ്രന്ഥത്തിലെ ഹദീസുകളാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലാദ്യത്തെ ബാബുൽ ഇഖ്ലാസുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതുപോലെ നിയ്യത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകളാണ് വായിച്ചത്. അതിൽ 6 ഹദീസുകൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നാം മനസ്സിലാക്കി. അടുത്ത ഹദീസ് وعن أبي هريرة عبد الرحمن بن صخر رضي الله عنه قال رسول الله صلى الله عليه وسلم إن الله لا ينظر إلى أجسامكم ولا إلى صوركم ولكن ينظر إلى قلوبكم. رواه مسلم. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ഏറ്റവും അസഹ്ഹായിട്ടുള്ള അഭിപ്രായ പ്രകാരം അബ്ദുറഹ്മാൻ ഇബ്നു സഖർ എന്നാണ്. അബ്ദുറഹ്മാൻ ഇബ്നു സഖർ, നമുക്കറിയാവുന്നതുപോലെ ധാരാളം ഹദീസുകൾ, ഏറ്റവും അധികം ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുള്ള, ഹദീസ് പഠിക്കാൻ വേണ്ടി ജീവിതം തന്നെ മാറ്റിവെച്ച, തന്റെ സമയം മുഴുവൻ ചെലവഴിച്ച മഹാനായ ശ്രേഷ്ഠനായ സ്വഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അവിടുന്ന് ഉദ്ധരിക്കുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നില്ല നിങ്ങളുടെ ശരീരത്തിലേക്കോ നിങ്ങളുടെ രൂപത്തിലേക്കോ കോലത്തിലേക്കോ. അല്ലാഹു തആല നോക്കുന്നില്ല. അഥവാ നിങ്ങളുടെ ബാഹ്യമായിട്ടുള്ള രൂപത്തിലേക്കോ, അല്ലെങ്കിൽ നിങ്ങളുടെ ശാരീരിക ഭംഗിയോ, നിങ്ങളുടെ തൊലിയുടെ നിറമോ, നിങ്ങളുടെ ഉയരമോ, നിങ്ങളുടെ സൗന്ദര്യമോ, അതല്ല നിങ്ങൾ ധരിച്ചിട്ടുള്ള വസ്ത്രമോ, അതുപോലെ നിങ്ങളുടെ മോടികളോ, ഇതൊന്നുമല്ല അല്ലാഹു തആല നോക്കുന്നത്. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. അല്ലാഹു തആല നോക്കുന്നത് നിങ്ങളുടെ ഖൽബുകളിലേക്കാണ്. ഇത് വളരെ നമ്മൾ ചിന്തിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഒരു ഹദീസാണ്. കാരണം ഈ ബാബിൽ പറഞ്ഞതുപോലെ ബാബുൽ ഇഖ്ലാസ്, ബാബുൻ നിയ്യ എന്നെല്ലാം പറയുമ്പോൾ നാം മനസ്സിലാക്കണം, നമ്മുടെ നിയ്യത്തിന്റെ മഹല്ല് ഏതാണ്? ഖൽബാണ്. ഇഖ്ലാസിന്റെ മഹല്ല് ഏതാണ്? ഖൽബാണ്. തൗഹീദിന്റെ മഹല്ല് ഏതാണ്? ഖൽബാണ്. തഖ്വയുടെ മഹൽ അഥവാ സ്ഥാനം എന്താണ്? ഖൽബാണ്. ഖൽബാണ് മലിക്കുൽ അഅ്ദാ, അവയവങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഖൽബാണ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസത്തിലെല്ലാം സൂചിപ്പിച്ചതുപോലെ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്ന കർമ്മങ്ങൾ, അത് നമ്മളുടെ ആരോഗ്യമോ, അല്ലെങ്കിൽ നമ്മുടെ ശാരീര ഭംഗിയോ, നമ്മുടെ സൗന്ദര്യമോ, നമ്മുടെ വേഷമോ, രൂപമോ, നമ്മുടെ സാമ്പത്തിക സ്ഥിതിയോ, ആളുകൾക്കിടയിലുള്ള നമ്മുടെ സ്ഥാനമോ, ഇതിൻ്റെ ഒന്നും അടിസ്ഥാനത്തിലല്ല അല്ലാഹു തആല കർമ്മങ്ങളെ വിലയിരുത്തുന്നത്. അഥവാ ചില ആളുകൾക്ക് ധാരണ ഉണ്ടാകും, നമ്മളൊക്കെ സാധുക്കളായ ആളുകൾ, ഇവിടെ ഒരുപാട് മുന്തിയ നേതാക്കന്മാരായിട്ടുള്ള ആളുകളുണ്ട്, ഏത് രംഗത്താവട്ടെ, ഇപ്പോൾ ദീനി രംഗത്താവട്ടെ അതിൽ നേതൃസ്ഥാനത്തുള്ള ആളുകളുണ്ട്, അതുപോലെ തന്നെ നല്ല പദവിയിലുള്ള ആളുകളുണ്ട്. നമ്മളൊക്കെ സാധാരണ ആളുകൾ, നമ്മളൊക്കെ തീരെ ആളുകൾക്കിടയിൽ സ്ഥാനമില്ലാത്തവർ എന്ന നിലക്കൊക്കെ ചിന്തിക്കാറുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതൊരു നേതാവ് കർമ്മം ചെയ്താലും, അഥവാ താഴെക്കിടയിലുള്ള ആളുകൾ, സാധാരണക്കാർ കർമ്മം ചെയ്താലും അവരുടെ ഖൽബിലേക്കാണ് അള്ളാഹു നോക്കുന്നത്. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. അഥവാ അത് ചെയ്യുന്ന സമയത്ത് അവന്റെ ഖൽബിന്റെ നിയ്യത്ത് എന്തായിരുന്നു, അവന്റെ ഖൽബിൽ ഇഖ്ലാസ് ഉണ്ടായിരുന്നോ, അവന്റെ ഖൽബിൽ സിദ്ഖ് ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് അല്ലാഹു തആല നോക്കുക. ഇത് വളരെ ചിന്തിക്കേണ്ട, കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ നിയ്യത്തിനെ നന്നാക്കേണ്ട, ഇഖ്ലാസ് ഉള്ളതാക്കേണ്ട, സിദ്ഖ് ഉള്ളതാക്കേണ്ട, അതിന് പ്രോത്സാഹനം നൽകുന്ന കാര്യമാണ്. وعن أبي موسى عبد الله بن قيس الأشعري رضي الله عنه قال سئل رسول الله صلى الله عليه وسلم عن الرجل يقاتل شجاعة ويقاتل حمية ويقاتل رياء أي ذلك في سبيل الله؟ فقال رسول الله صلى الله عليه وسلم من قاتل لتكون كلمة الله هي العليا فهو في سبيل الله. متفق عليه. وعن أبي موسى عبد الله بن قيس الأشعري رضي الله عنه, അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു സഹാബികളിൽ ശ്രേഷ്ഠനായിട്ടുള്ള, ഇസ്ലാമിക ചരിത്രത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ്. എന്നാൽ പല പിഴച്ചവാദക്കാരും, പ്രത്യേകിച്ച് ഷിഈകൾ, അതുപോലെ തന്നെ ഖവാരിജുകൾ, അതുപോലെയുള്ള പല പിഴച്ചവാദക്കാരും അതിനെ പിൻപറ്റുന്ന ആളുകൾ ഇന്നും ഇഖ്വാനിയത്തും അതുപോലെയുള്ള
വാദങ്ങളെല്ലാം പറയുന്ന ഭരണാധികാരികൾക്കെതിരെ ഇറങ്ങി പുറപ്പെടൽ അനുവദനീയമാണ് എന്ന് കാണുന്ന ആ നിലക്കുള്ള ചിന്താഗതിയുള്ള ആളുകൾ ഇന്നും മോശപ്പെട്ട ആളായി കണക്കാക്കുന്ന അല്ലെങ്കിൽ പരിചയപ്പെടുത്തുന്ന ഒരാളാണ്, ദുർബലനായ ഭീരുവായിട്ടുള്ള ആളാണ് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു എന്ന് കാണാം. സുബ്ഹാനല്ലാഹ്, അവരുടെ കള്ള ആരോപണമാണത്. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ധീരനായിരുന്ന വളരെ ആബിദായിരുന്ന സ്വഹാബിയായിരുന്നു. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്, ഖാല സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു അനിർ റജുൽ, ഒരു വ്യക്തിയെ കുറിച്ച്, യുഖാതിലു ഷജാഅതൻ, അവൻ യുദ്ധം ചെയ്യുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുമ്പോൾ യുദ്ധം ചെയ്യുന്നത് ഷജാഅതൻ, അവന്റെ ധീരത കാണിക്കാനാണ്, അവൻ ധീരനാണെന്ന് ആളുകളെ അറിയിക്കാനും കാണിക്കാനും വേണ്ടിയാണ്. വയുഖാതിലു ഹമിയതൻ, വേറെ ഒരുവൻ അവൻ യുദ്ധം ചെയ്യുന്നത് അവന്റെ ഹമിയത്ത് പറഞ്ഞ തഅസ്സുബ്, അഥവാ അവന്റെ കുടുംബം, അവന്റെ ഗോത്രം, അല്ലെങ്കിൽ അവന്റെ വിഭാഗം, അവന്റെ നാട്ടുകാർ, അങ്ങനെ ഏതെങ്കിലും ഒരു റായത്തിന്റെ കീഴിൽ, ഒരു കൊടിക്ക് കീഴിൽ അണിനിരുന്നുകൊണ്ട് അതിനു വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. ഞങ്ങൾ നല്ല ആളുകളാണെന്ന് അറിയിക്കാനൊക്കെ വേണ്ടി, ഞങ്ങൾ നല്ല പോരാടുന്നവരാണ് ആ നിലക്ക്. യുഖാതിലു റിയാഅൻ, വേറൊരാൾ അവൻ യുദ്ധം ചെയ്യുന്നത് റിയായിന് വേണ്ടിയാണ്, ആളുകൾ കാണാൻ വേണ്ടിയും ആളുകൾ അറിയാൻ വേണ്ടിയിട്ടുമാണ് അവൻ യുദ്ധം ചെയ്യുന്നത്. അയ്യുദാലിക ഫീ സബീലില്ലാ, ഇതിലേതാണ് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ളതാവുക? അഥവാ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുമ്പോൾ തന്നെ അവന് ഈ നിലക്കുള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ ഇതിലേതാണ് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ളതായി പരിഗണിക്കുക? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ തള്ളുകയോ സ്ഥിരപ്പെടുത്തുകയോ ഒന്നും ചെയ്തില്ല. കാരണം ആളുകൾ പല രീതിയിൽ പല കാരണങ്ങളാൽ ചിലപ്പോൾ യുദ്ധം ചെയ്തു വരാം, അല്ലെങ്കിൽ അതിൽ പങ്കെടുത്തു എന്ന് വരാം, പല കാരണങ്ങളാൽ ഉണ്ടാകാം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഹഖീഖത്ത്, യാഥാർത്ഥ്യം പറഞ്ഞു കൊടുക്കുകയാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഖാതല ലിതകൂന കലിമത്തുല്ലാഹി അൽ-ഉൽയാ ഫഹുവ ഫീ സബീലില്ലാഹ്, ആരാണോ അല്ലാഹുവിന്റെ കലിമത്ത് ഉയർത്താൻ വേണ്ടി, അത് ഉയർത്താൻ വേണ്ടി ആരാണോ യുദ്ധം ചെയ്യുന്നത് അവനാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ. മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസാണ്. അഥവാ അള്ളാഹുവിന്റെ കലിമത്ത് എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദിനു വേണ്ടി അതിന്റെ നിബന്ധനകൾ പാലിച്ച് ഇസ്ലാമിക ഭരണാധികാരികൾക്ക് കീഴിലായിക്കൊണ്ട് എങ്ങനെയാണോ അവൻ യുദ്ധം ചെയ്യുന്നത്, അത് യഥാർത്ഥ രൂപത്തിൽ അള്ളാഹുവിന്റെ കലിമത്ത് ഉയർത്താൻ വേണ്ടിയാണ് എങ്കിൽ അതാണ് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ്, യുദ്ധം എന്ന് പറയുകയാണ്. ഇവിടെയും ജിഹാദ് എന്നുള്ളത് ഇസ്ലാമിന്റെ ഏറ്റവും മഹത്തായിട്ടുള്ളൊരു കർമ്മമാണ്, ഏറ്റവും ഉന്നതമായ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഇബാദത്താണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വന്തം സമ്പത്തും ജീവനും ത്യജിച്ചുകൊണ്ട് ജിഹാദ് ചെയ്യുക എന്നുള്ളത്, യുദ്ധം ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിൽ പോലും മറ്റു പല കാരണങ്ങളാൽ യുദ്ധം ചെയ്യുന്നതിനപ്പുറത്തേക്ക് അള്ളാഹുവിന്റെ കലിമത്ത് ഉയർത്താൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി യുദ്ധം ചെയ്യുമ്പോഴാണ് എന്താവുക, ഈ കാര്യം അള്ളാഹുവിന് വേണ്ടിയാവുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതാവുകയുള്ളൂ. വേറൊരു കാര്യത്തിന്റെ മേലും യുദ്ധം ചെയ്താൽ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടാൽ അവനെ രക്തസാക്ഷി എന്ന് പറയുമെന്നല്ലാതെ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഷഹീദ് എന്നോ അല്ലെങ്കിൽ മുജാഹിദ് എന്നോ പേരിൽ പറയാൻ യോഗ്യമല്ല. وعن أبي بكرة نفيع بن الحارث الثقفي رضي الله عنه أن النبي صلى الله عليه وسلم قال أبو بكر رضي الله عنه لا أبو بكرة نفيع بن الحارث الثقفي رضي الله عنه الصحابي ذلك أن حديث عن النبي صلى الله عليه وسلم إذا التقى المسلمان ബിസൈഫൈഹിമാ, രണ്ട് മുസ്ലിമീങ്ങൾ പരസ്പരം അവരുടെ വാളുകളുമായിട്ട് ഏറ്റുമുട്ടുകയാണ്. അഥവാ രണ്ട് മുസ്ലിമീങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ ആളെ ഉപദ്രവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വധിക്കാൻ വേണ്ടി പരസ്പരം ആയുധമെടുത്ത് ഏറ്റുമുട്ടുകയാണ്. ഫൽഖാതിലു വൽ മഖ്തൂലു ഫിന്നാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കൊന്നവനാവട്ടെ കൊല്ലപ്പെട്ടവനാവട്ടെ അവർ രണ്ടുപേരും നരകത്തിലാണ്. കൊന്നവനും നരകത്തിലാണ്, കൊല്ലപ്പെട്ടവനും നരകത്തിലാണ്. ഖുൽതു, അപ്പോ നുഫൈ ബിൻ ഹാരിസ് അസ്സഖഫി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഹാദൽ ഖാതിലു ഫമാ ബാലുൽ മഖ്തൂൽ, കൊന്നവൻ ശരി നരകത്തിലാണ്, ശരിയാണ്, ഒരാൾ മുസ്ലിമിനെ കൊന്നു, വേണമെന്ന് കൊന്നു, വൻപാവമാണ്, കാലാകാലം ശാശ്വതമായ നരകം കിട്ടാൻ കാരണമാകുന്ന അല്ലെങ്കിൽ അത്ര ഗൗരവമുള്ള ഒരു കാര്യമാണ്. ശാശ്വതമായ നരകത്തിൽ കടക്കാൻ മാത്രം ഗൗരവമുള്ള ഒരു കുറ്റമാണ്. മുസ്ലിം ആണെങ്കിൽ തൗഹീദ് ഉണ്ടെങ്കിൽ പോരും പിന്നെ നരകത്തിൽ നിന്ന് മോചിതനാകും. പക്ഷെ അത്ര ഗൗരവമുള്ളൊരു തെറ്റാണ് ഒരു മുസ്ലിമിനെ വേണമെന്നുകൊണ്ട് വധിക്കുക എന്നുള്ളത്. അപ്പൊ കൊന്നവന്റെ കാര്യത്തിൽ സംശയമില്ല. ഫമാ ബാലുൽ മഖ്തൂൽ, കൊല്ലപ്പെട്ടവൻ എന്തിനാ റസൂലെ നരകത്തിലാകുന്നത്, അവനെന്തിനാ നരകം കിട്ടാനുള്ള കാരണം? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ഇന്നഹു കാന ഹരീസൻ അലാ ഖത്ലി സാഹിബിഹി മുത്തഫഖുൻ അലൈഹി.
കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൊല്ലപ്പെട്ടവൻ അവന്റെ സഹോദരനെ കൊല്ലാൻ വേണ്ടിയുള്ള ഉദ്ദേശത്തിൽ, ആഗ്രഹത്തിൽ, ആ ഉദ്ദേശത്തിൽ അവിടെ വന്നതുകൊണ്ടാണ് അവൻ അതിനോട് താല്പര്യം കാണിച്ചു, അല്ലെങ്കിൽ മറ്റുള്ള എതിരായി നിൽക്കുന്ന മുസ്ലിമായ സഹോദരനെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് അവനെ പോരാടിയത്, അത് കാരണത്താലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അപ്പൊ നോക്കൂ, അവിടെ കൊല്ലപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം അമല് വന്നിട്ടില്ല, അവനവിടെ കർമ്മം ചെയ്തിട്ടില്ല. പക്ഷേ അവന്റെ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവൻ ആ ഉദ്ദേശത്തിൽ അവിടെ നിന്നു, അല്ലെങ്കിൽ അതിനുള്ള പണിയെടുത്തു. അതിന് റിസൾട്ട് ഉണ്ടായിട്ടില്ല എങ്കിലും അതിനുള്ള പണിയെടുത്തു എന്നുള്ളത് കൊണ്ട് അവന് നരകശിക്ഷ അല്ലെങ്കിൽ അതേ ശിക്ഷയിൽ അകപ്പെടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിയ്യത്ത് മോശമായി കഴിഞ്ഞാൽ അമലിലുള്ള കുറ്റവും അവന്റെ മേലെ ഉണ്ടാകും എന്നുള്ളതാണ് ഇതിന്റെ ഗൗരവം. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മനസ്സിൽ പാപത്തെ ഉദ്ദേശിച്ചുകൊണ്ട് അതിനെല്ലാവിധ ഉറപ്പ്, അത് ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ എല്ലാവിധം ഒരുങ്ങി നിന്ന് അത് ചെയ്യാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് സാധിക്കാതെ പോയാലും, അവന് എല്ലാ രീതിയിലും ഉറപ്പിച്ചു ചെയ്യും എന്നുള്ളത്, പക്ഷെ വേറെ എന്തോ ഒരു കാര്യം കൊണ്ട് പിന്നെ അവന് ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെ വരുമ്പോൾ അവന്റെ കുറ്റം അതിന്റെ മേലെ ഉണ്ടാകും എന്നുള്ളത്. ഇനി ഒരാൾ നിയ്യത്ത് ഉദ്ദേശിച്ച് അവൻ തന്നെ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നന്മയായിട്ട് മാറും. അടുത്ത ഹദീസിൽ പറയുന്നുണ്ട്, അടുത്ത ഹദീസ്. അപ്പൊ ഈ കഴിഞ്ഞ ഹദീസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ നിയ്യത്ത് പാപം ചെയ്യുന്നതിനുമായി ബന്ധപ്പെട്ട നിയ്യത്തും നമ്മൾ സൂക്ഷിക്കണം, നമ്മുടെ ഖൽബിനെ നന്നാക്കണം, അങ്ങനെയുള്ള നിയ്യത്തുകൾ ഖൽബിൽ നിന്ന് ഒഴിവാക്കണം, തെറ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ചിട്ടുള്ളത്. وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم صلاة الرجل في جماعة تزيد على صلاته في بيته وصلاته في سوقه 27 درجة. വലിയ ഹദീസാണ്, ഓരോ ഭാഗവും വായിക്കാം. സലാത്തു റജുലി ഫി ജമാഅത്തിൻ, ജമാഅത്ത് ആയിക്കൊണ്ട് ഒരു വ്യക്തി നിസ്കരിക്കുക എന്നുള്ളത്, അവന്റെ നിസ്കാരം എന്നുള്ളത് തസീദു അലാ സ്വലാത്തിഹി ഫി ബൈതിഹി, അവന്റെ വീട്ടിൽ നിന്ന് അവൻ നിസ്കരിക്കുന്നതിനേക്കാൾ, സ്വലാത്തിഹി ഫി സൂഖിഹി, അല്ലെങ്കിൽ അവന്റെ അങ്ങാടിയിൽ നിന്ന്, അവൻ കച്ചവടം ചെയ്യുന്ന ആളാണ്, അപ്പൊ ആ കച്ചവടം ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ 27 ദറജതൻ, 20 ചില്ലാനം ദറജകൾ അത് ഇരട്ടിയായി, അല്ലെങ്കിൽ അതിനേക്കാൾ ആ പ്രതിഫലമുള്ള കാര്യമാണ് എന്ത്, ജമാഅത്തായി മസ്ജിദിൽ വെച്ച് ജമാഅത്തായി നിസ്കരിക്കുക എന്നുള്ളത്. വദാലിക അന്ന അഹദഹും ഇദാ തവദ്ദഅ ഫഅഹ്സനൽ വുദൂഅ, അതെങ്ങനെയാണ്, അത് അതിന്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അതിന്റെ പ്രതിഫലം, അതിന്റെ മഹത്വം പറയാണ്. നിങ്ങളിൽ ഒരാൾ ഏറ്റവും നല്ല രീതിയിൽ വുദു എടുക്കുകയാണ്, വീട്ടിൽ നിന്ന് വുദു എടുത്ത് നല്ല രീതിയിൽ വുദു എടുത്ത്, ثم أتى المسجد لا ينهزه إلا الصلاة, അങ്ങനെ അവൻ നിസ്കാരത്തിലേക്ക് എത്തുകയാണ്. അവനെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്, അല്ലെങ്കിൽ പുറത്തു കൊണ്ടുവന്നത്, പുറപ്പെടുവിച്ചത് നിസ്കാരമല്ലാതെ മറ്റൊന്നുമല്ല, നിസ്കാരം ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് അവൻ വീട്ടിൽ നിന്ന് വന്നിട്ടുള്ളത്. ലാ യുരീദു ഇല്ല സ്വലാ, നിസ്കാരമല്ലാതെ അവൻ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. വീണ്ടും 2 വട്ടം ഒരേ ആശയം പറയാണ്. വീട്ടിൽ നിന്ന് പുറപ്പെടാനുള്ള കാരണം നിസ്കാരമാണ്, അവൻ ഉദ്ദേശിക്കുന്ന കാര്യവും നിസ്കാരമാണ്. തുടക്കം എടുക്കും അവന്റെ ലക്ഷ്യം പരിപൂർണമായ നിസ്കാരം മാത്രമാണ്. ലം യഖ്തു ഖുത്വതൻ ഇല്ലാ റുഫിഅ ലഹു ബിഹാ ദറജതൻ, അവൻ ഒരു കാലടിപ്പാട് വെക്കുന്നില്ല അവന്റെ ദറജ ഉയർത്തപ്പെടാതെ. ഒരു കാലടിപ്പാട് വെക്കുമ്പോൾ അവന്റെ ദറജ ഉയർത്തപ്പെടും. വഹത്ത അൻഹു ബിഹാ ഖതീഅത്തുൻ ഹത്താ യദ്ഖുലൽ മസ്ജിദ, അതുപോലെ തന്നെ അവന്റെ അടുത്തൊരു ആ ഒരു കാൽപ്പാടിൽ തന്നെ എന്തുണ്ടാകും, അവന്റെ ഒരു തെറ്റ് അവനിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യും, അവനൊരു ദറജ കൂട്ടുകയും ചെയ്യും, ഒരു തെറ്റ് ഒഴിവാക്കി കൊടുക്കുകയും ചെയ്യും. ഹത്താ യദ്ഖുലൽ മസ്ജിദ, മസ്ജിദിലേക്ക് പ്രവേശിക്കുന്നത് വരെ അവൻ ആ നടന്നു പോകുമ്പോൾ ഓരോ കാലടിക്കും അങ്ങനെ പ്രതിഫലം ഉണ്ടാകും. ഫൈദാ ദഖലൽ മസ്ജിദ, ഇനി മസ്ജിദിലേക്ക് അവൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ കാന ഫി സ്വലാത്തി മാ കാനത്തി സ്വലാത്തു ഹിയ തഹ്ബിസുഹു, ആ മസ്ജിദിലേക്ക് പ്രവേശിച്ച് ചിലപ്പോൾ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് എത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബാങ്ക് കൊടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബാങ്കിന്റെ കുറെ മുമ്പ് എത്തിയിട്ടുണ്ടാവും. അവനവിടെ തഹിയ്യത്തൊക്കെ നിസ്കരിച്ച് അവിടെ നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുന്ന, നിസ്കാരം അവനെ തടഞ്ഞു വെക്കുന്നിടത്തോളം കാലം, മസ്ജിദിൽ നിസ്കാരം ഉദ്ദേശിച്ചിട്ട് ഇരിക്കുന്നിടത്തോളം അവൻ നിസ്കാരത്തിൽ തന്നെയാണ്. സുബ്ഹാനല്ലാഹ്, നിസ്കരിക്കാൻ വേണ്ടി ഉദ്ദേശിച്ച് അവിടെ നിസ്കാരം പ്രതീക്ഷിച്ച് അവിടെ ചെന്ന് കാത്തിരിക്കുന്ന അത്രയും നേരം അവൻ നിസ്കരിക്കുന്നതിനെ പോലെ തന്നെയാണ്. വൽ മലായികത്തു യുസല്ലൂന അലാ അഹദിഹിം മാ ദാമ ഫീ മജ്ലിസിഹി അല്ലദീ സല്ലാ ഫീഹി, ഇനി അതുപോലെ നിസ്കാരം കഴിഞ്ഞിട്ട് അവൻ നിസ്കരിച്ച ആ സ്ഥലത്ത് തന്നെ ഇരിക്കുകയാണ്. ആ സ്ഥലം എന്നുള്ളത് ചില ഉലമാക്കൾ മുസല്ല എന്ന റിവായത്തിൽ ഒന്നും നിസ്കരിച്ച അതേ സ്ഥലം, അല്ലെങ്കിൽ മസ്ജിദിൽ എന്നുള്ള അർത്ഥത്തിലും പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ആ നിസ്കരിച്ച സ്ഥലത്ത് അവൻ തുടരുന്ന അത്രയും മലക്കുകൾ എന്ത് ചെയ്യും, അവന് വേണ്ടി
പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. യഖൂലൂൻ, മലക്കുകൾ പറയും, അല്ലാഹുമ്മ റഹംഹു, അല്ലാഹു നീ അവനോട് കാരുണ്യം ചൊരിയണമേ, അല്ലാഹുമ്മ ഗഫിർ ലഹു, അല്ലാഹു നീ അവന് പുറത്തു കൊടുക്കണമേ, അല്ലാഹുമ്മ തുബ് അലൈഹി, അല്ലാഹു നീ അവന് തൗബ ചെയ്യാനുള്ള തൗഫീഖും ആ തൗബ ചെയ്താൽ ആ തൗബ സ്വീകരിക്കുകയും ചെയ്യണമേ, മാ ലം യുഅ്ദി ഫീഹി, അവൻ വേറൊരു തെറ്റ് ചെയ്യാത്തത് വരെ, അല്ലെങ്കിൽ മറ്റൊരാൾ ഉപദ്രവിക്കുകയോ ബുദ്ധിമുട്ടിക്കുകയോ വല്ല ഗൈബത്ത് പറയുകയോ നമീമത്ത് പറയുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തെറ്റോ പാപമോ അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്യുന്നത് വരെ, അഥവാ അതുവരെ ഈ അവസ്ഥ ഉണ്ടാവും. മാലം യുഹ്ദിസ് ഫീഹി, അതുപോലെ തന്നെ മസ്ജിദിൽ അവൻ അശുദ്ധിക്കാരനാകുന്നത് വരെ, അവന്റെ വുളു നഷ്ടപ്പെടുകയോ അവൻ അശുദ്ധിക്കാരനാകുന്നത് വരെ മലക്കുകൾ അവന് വേണ്ടി നിസ്കരിച്ച സ്ഥലത്തിരുന്നാൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. മുത്തഫഖൻ അലൈഹി വഹാദാ ലഫ്ളു മുസ്ലിമിന്റെ ലഫ്ളാണ്. വഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് ഇമാം നബി പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് യൻഹസുഹു എന്നുള്ള വാക്ക് ഹുവ ബിഫത്ഹിൽ യാഇ വൽ ഹാഇ ബിസ്സായ് ഐ യുഖ്രിജുഹു വയുൻഹിബുഹു, അതാ പുറത്താക്കുക, എഴുന്നേൽപ്പിക്കുക എന്നുള്ള അർത്ഥത്തിൽ. മസ്ജിദ് പറഞ്ഞ ലാ യൻഹസുഹു ഇല്ല സ്വലാ എന്ന് പറഞ്ഞല്ലോ, നിസ്കാരമല്ലാതെ അവനെ വീട്ടിൽ നിന്ന് പുറപ്പെടുവിപ്പിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പൊ ഈ ഹദീസിൽ ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ നമ്മുടെ ബാബുമായി ബന്ധപ്പെട്ടതിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്നാമത്തെ കാര്യം പറഞ്ഞിട്ടുള്ളത് ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഉള്ള ഫദ്ലാണ്. നിസ്കാരം ജമാഅത്തായിട്ടാണ് നിർവഹിക്കേണ്ടത്. അതിന്റെ ഫദ്ലും അതിന്റെ പ്രാധാന്യവും ധാരാളം ഹദീസുകളിൽ വളരെ കൃത്യമായി വന്നിട്ടുള്ള കാര്യമാണ്. ഒറ്റക്ക് നിസ്കരിച്ചാൽ നിസ്കാരം സഹീഹാകും എന്നുള്ളത് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം ജമാഅത്തായി നിസ്കരിക്കുന്നതിന്റെ പ്രതിഫലമാണ് പറയുന്നത്. ചില ചർച്ചയുണ്ട് ഒറ്റയ്ക്ക് നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാകുമോ അല്ലയോ എന്നുള്ളത്. പക്ഷെ നിസ്കാരം സഹിയാണ് എന്നുള്ളതിന് ധാരാളം ഹദീസുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിന്റെ പരിപൂർണതയും അതിന്റെ കൃത്യതയും അതുപോലെ തന്നെ 20 ചില്ലാനം, ചിലതിൽ 26, 27, 28 അങ്ങനെ പല രീതിയിൽ കാണാം. അത്ര ഇരട്ടി പ്രതിഫലവും എല്ലാം ലഭിക്കുന്നത് ജമാഅത്തായി നിസ്കരിക്കുമ്പോഴാണ്. പിന്നെ പറഞ്ഞ കാര്യം നിസ്കാരത്തിലേക്ക് വീട്ടിൽ നിന്ന് വുളു എടുത്ത് നടന്നു പോകുന്നതിന്റെ ഫദ്ലാണ്. വീട്ടിൽ നിന്ന് വുളു ഏറ്റവും നല്ല രീതിയിൽ, താമസിക്കുന്ന സ്ഥലം എവിടെ ആവട്ടെ, ഇനിയിപ്പോ കച്ചവട സ്ഥലമാണെങ്കിൽ അവിടെ സൗകര്യമുണ്ടെങ്കിൽ അങ്ങനെ, അവൻ ഏത് സ്ഥലത്താണോ ഉള്ളത് അവിടെ നിന്ന് വുളു എടുത്തുകൊണ്ട് മസ്ജിദിലേക്ക് നടന്നു പോകുന്നത് ഓരോ കാലടിയിലും അവന്റെ ദറജ ഉയർത്താനും അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാനുമുള്ള കാരണമായി തീരും. നടന്നു പോവുക തന്നെ വേണം, വാഹനത്തിൽ പോയാൽ ലഭിക്കയില്ല. അപ്പൊ ചില ആളുകൾക്കുണ്ടാകുന്ന സംശയമാണ്, കുറെ ദൂരെയാണ് മസ്ജിദ്, വാഹനത്തിലല്ലാതെ പോയാൽ പോകാൻ സാധിക്കില്ല. അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് മസ്ജിദിന്റെ കുറച്ച് ഇപ്പുറത്തായിക്കൊണ്ട് അവർക്ക് നടക്കാനുള്ള ഒരു സമയം കിട്ടുന്ന, സ്ഥലം കിട്ടുന്ന ആ രീതിയിൽ വാഹനം നിർത്തിയിട്ട് മസ്ജിദിലേക്ക് നടക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിൽ നിന്ന് നമുക്ക് പ്രതിഫലം പ്രതീക്ഷിക്കാം, മസ്ജിദിലേക്ക് നടന്നു എന്നുള്ള പ്രതിഫലം പ്രതീക്ഷിക്കാം. അതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം. അപ്പൊ വുളു എടുക്കുന്നതിന്റെയും അത് പരിപൂർണമായി അതിന്റെ സുന്നത്തും ആദ്യത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വുളു എടുക്കുന്നതിന്റെയും മസ്ജിദിലേക്ക് നടന്നു പോകുന്നതിന്റെയും ഫദ്ല് കണ്ടു. അതുപോലെ നിസ്കാരത്തിലേക്ക് നേരത്തെ എത്തലും നിസ്കാരം കഴിഞ്ഞ് അവിടെ തന്നെ സമയം ചെലവഴിക്കുന്നതിന്റെ ഫദ്ല് കാണാം. കാരണം നിസ്കാരം അവനെ തടഞ്ഞുകൊണ്ട് മസ്ജിദിലേക്ക് അവൻ എത്തിക്കഴിഞ്ഞാൽ, അഥവാ മസ്ജിദിൽ നിന്ന് പുറത്തു പോകാനുള്ള തടസ്സം അവനെന്താണ്, നിസ്കരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കലും നിസ്കാരം കഴിഞ്ഞിട്ട് അശുദ്ധിക്കാരനാകുന്നവരെയോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റോ മറ്റുള്ളവർക്ക് ഉപദ്രവമോ ഉണ്ടാക്കുന്ന കാര്യം ചെയ്യുന്നവരെയോ ആ നിസ്കരിച്ച് അതേ സ്ഥലത്ത് ഇരിക്കുന്നത് നിസ്കരിക്കുന്നവന്റെ അതേപോലെയാണ് അവനെ പരിഗണിക്കുക എന്നും ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. നിസ്കാരത്തിലുള്ളവനെ പോലെയാണ് അവിടെയും പരിഗണിക്കുക എന്ന് ഈ ഹദീസിന്റെ അകത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പാഠമാണ്. അപ്പൊ ഗൗരവത്തിൽ നാം ചിന്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട കാര്യമാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. അതുപോലെ പറഞ്ഞ മറ്റൊരു കാര്യമാണ് മലക്കുകൾ നിസ്കാരത്തിന് ശേഷം ആ നിസ്കരിച്ച സ്ഥലത്ത് ഇരിക്കുന്ന നേരം എത്രയാണോ ആ നേരമെല്ലാം, അതുപോലെ അശുദ്ധിക്കാരനാകുന്ന അതുവരെ മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അവനോട് കാരുണ്യം ചൊരിയണമേ, അവന് പുറത്തു കൊടുക്കണമേ, അവന്റെ തൗബ സ്വീകരിക്കണമേ എന്നുള്ള നിലക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ചില ആളുകൾ തിരക്കുകൾ ഉണ്ടാവും, കച്ചവട തിരക്കുകൾ ഉണ്ടാവും, മറ്റുള്ള കാര്യങ്ങൾ ഉണ്ടാവും. എന്നാൽ സമയം കിട്ടിയാലും ഒഴിവുണ്ടെങ്കിലും എല്ലാം നിസ്കാരത്തിലേക്ക് നേരത്തെ പുറപ്പെടാനോ അല്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞ് അല്പസമയം നിസ്കരിച്ച സ്ഥലത്ത് ചെലവഴിക്കാനോ ഇരിക്കാതെ ഉടനെ തന്നെ എഴുന്നേറ്റ് നിസ്കാരം ഇഖാമത്ത് കൊടുത്തതിന് ശേഷം മസ്ജിദിലേക്ക് കയറും. നിസ്കാരം സലാം വിട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പുറത്തു വരുന്ന ആളുകളെ കാണാം. അങ്ങനെയല്ല ചെയ്യേണ്ടത്. മലക്കുകളുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഉത്തരം ചെയ്യപ്പെടുന്ന പ്രാർത്ഥനകളാണ്. അതുകൊണ്ട് അത് നേടിയെടുക്കാൻ ശ്രമിക്കുക. ഇനി നമ്മുടെ ബാബുമായി ബന്ധപ്പെട്ട ഭാഗം എന്താണ് ഈ ഹദീസിൽ? നിസ്കാരത്തിന്റെ ഫദ്ലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ എന്താണ് നമ്മുടെ ബാബുൽ ഇഖ്ലാസുമായി ബന്ധപ്പെട്ടുള്ളത്? അത് ഒറ്റ വാക്കാണ്, ലാ യുരീദു ഇല്ല സ്വല. അതുപോലെ അതിന് മുമ്പുള്ള ലാ യൻഹസുഹു ഇല്ല സ്വല ലാ യുരീദു ഇല്ല സ്വല. അവനെ വീട്ടിൽ നിന്ന് പുറപ്പെടുവിച്ച കാര്യം നിസ്കാരമാണ്. അവൻ ഉദ്ദേശിക്കുന്ന നിസ്കാരമാണ്. അവന്റെ കർമ്മത്തിന്റെ തുടക്കവും അവന്റെ ലക്ഷ്യത്തിന്റെ അവസാനവും നിസ്കാരമാണ്.
അപ്പോൾ ആ നിസ്കാരം ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം വീട്ടിൽ നിന്ന് പുറത്തു പോയതുകൊണ്ടാണ് ഈ പ്രതിഫലത്തിന്റെ എല്ലാം കാര്യം പറഞ്ഞത് എന്നുള്ളതാണ് ഇവിടെ ഇഖ്ലാസിന്റെ ഭാവവുമായി ബന്ധപ്പെട്ട്, നിയ്യത്തിന്റെ ഭാവവുമായി ബന്ധപ്പെട്ട് ഈ ഹദീസിലുള്ള ഷാഹിദ്, ഈ ഹദീസിൽ അതിന്റെ ഷാഹിദ് എന്ന് പറഞ്ഞാൽ ആ ഭാഗം ലാ യുരീദു ഇല്ല സ്വലാ, നിസ്കാരമല്ലാതെ അവൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അവന്റെ ആ നിസ്കാരം ഉദ്ദേശിച്ചതുകൊണ്ട് ഇത്രയും അധികം പ്രതിഫലം അവന് ലഭിക്കുന്ന അവസ്ഥയുണ്ടായി. അടുത്ത ഒരു ഹദീസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പാപം ചെയ്യാനുള്ള നിയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നന്മ ചെയ്യാനുള്ള നിയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലവും അതിന്റെ ശിക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നതാണ്. وعن أبي العباس عبد الله بن عباس بن عبد المطلب رضي الله عنه. أبو العباس عبد الله بن عباس بن عبد المطلب رضي الله عنه നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. عن رسول الله صلى الله عليه وسلم فيما يروي عن ربه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് അഥവാ ഖുദ്സിയായ ഹദീസ്. تبارك وتعالى قال, الله سبحانه وتعالى പറഞ്ഞു عن ربه تبارك وتعالى قال إن الله كتب الحسنات والسيئات. അല്ലാഹു സുബ്ഹാനഹു വതആല നന്മകളും അതുപോലെ തന്നെ പാപങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. രേഖപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ അല്ലാഹു തആല എന്താണ് നന്മ, എന്താണ് തെറ്റ്, എന്താണ് പാപം, എന്താണ് ശരി, അങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങൾ കൃത്യമായി അല്ലാഹു തആല തീരുമാനിച്ചിട്ടുണ്ട് എന്നർത്ഥം. എന്തൊക്കെയാണ് നന്മകളാവുക, നല്ല കാര്യങ്ങളാവുക, ശരിയാവുക, എന്തെല്ലാമാണ് പാപങ്ങളാവുക, തിന്മകളാവുക, തെറ്റാവുക എന്നുള്ളത് അല്ലാഹു തആല കൃത്യമായി തീരുമാനിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനെ വിശദീകരിച്ചു. ثم بين ذلك, എന്നിട്ട് അതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു فمن هم بحسنة, ആരെങ്കിലും ഒരു നന്മ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചു, ഫലം യഅമൽഹ, പക്ഷെ എന്തെല്ലോ കാരണങ്ങൾ കാരണത്താൽ അവൻ തന്നെ അത് ഒഴിവാക്കിയതല്ല, മറ്റെന്തെല്ലോ കാരണങ്ങൾ കാരണത്താൽ അവനത് ചെയ്യാൻ സാധിച്ചില്ല. كتبه الله تبارك وتعالى عنده حسنة كاملة. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അടുക്കൽ, അല്ലാഹുവിന്റെ അടുക്കൽ ആ ഉദ്ദേശത്തെ ഒരു നന്മയായി രേഖപ്പെടുത്തും. അത് നന്മയാണ്, അല്ലാഹു തആല നന്മയായി പരിഗണിക്കുന്ന കാര്യമാണ്. ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടി ഒരാൾ നിയ്യത്ത് വെച്ചു, പക്ഷെ എന്തെങ്കിലും കാരണത്താൽ ചെയ്യാൻ സാധിച്ചില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവന്റെ മേലെ നന്മയായി രേഖപ്പെടുത്തും. വൈൻ ഹമ്മ ബിഹാ ഫഅമിലഹ, അങ്ങനെ അവൻ ഉദ്ദേശിച്ച ആ കാര്യം അവൻ ചെയ്തു, അവൻ ചെയ്യാൻ അവസരം കിട്ടി, അവൻ ചെയ്തു. كتبه الله 10 حسنات إلى 700 ضعف إلى أضعاف كثيرة. ആ തെറ്റിനെ ആ കർമ്മത്തെ അല്ലാഹു തആല 10 നന്മകളായിട്ട് അല്ലാഹു തആല രേഖപ്പെടുത്തും. അത് അവന്റെ ആ കർമ്മം ചെയ്യുമ്പോഴുള്ള ഇഖ്ലാസിനെയും സിദ്ഖിനെയും പരിഗണിച്ച് 700 ഇരട്ടി വരെ അല്ലെങ്കിൽ അതിനേക്കാൾ ഇരട്ടികളിലായിക്കൊണ്ട് നന്മകൾ അല്ലാഹു തആല അവൻ ചെയ്ത കർമ്മത്തിന്റെ മേലെ രേഖപ്പെടുത്തും. അപ്പൊ ഉദ്ദേശിച്ചാൽ ഒരു നന്മയുണ്ട്, പ്രവർത്തിച്ചാൽ 10, 700 അല്ലെങ്കിൽ എത്രയാണോ അല്ലാഹു ഉദ്ദേശിക്കുന്നത് അത്ര ഇരട്ടി പ്രതിഫലമുണ്ട്. ഫൈൻ ഹമ്മ ബിസയ്യിഅത്തിൻ, ഇനി ഒരു തെറ്റ് ചെയ്യാനാണ് അവൻ ഉദ്ദേശിച്ചത് എങ്കിൽ ഫലം യഅമൽഹ, അവനത് ചെയ്തില്ല, അഥവാ ഒരു തെറ്റ് ചെയ്യാൻ അവൻ ഉദ്ദേശിച്ചു, ഇങ്ങനെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ തെറ്റ് ചെയ്യും എന്നവൻ തീരുമാനിച്ചു. പിന്നെ അവന് തോന്നി, അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ തോന്നി ചെയ്യണ്ട, അത് ഒഴിവാക്കാവൻ തോന്നി. അങ്ങനെയായാൽ കതബഹുല്ലാഹു ഇൻദഹു ഹസനതൻ കാമിലതൻ, അവന്റെ മേൽ അതൊരു നന്മയായിട്ട്, പരിപൂർണ്ണ നന്മയായിട്ട് രേഖപ്പെടുത്തും. നമ്മൾ മനസ്സിലാക്കണം, ഒരു തെറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഖാതിലും മഖ്തൂൽ, കൊല്ലപ്പെട്ടവൻ നരകത്തിലായതുപോലെയല്ല. അവൻ തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചു, അതിനുള്ള അവസരം വരെ അവൻ പോരാടി, പക്ഷെ അവന് പുറത്തു നിന്നുള്ള ബാഹ്യമായിട്ടുള്ള ഒരു കാരണം കൊണ്ടാണ് അത് ചെയ്യാൻ പറ്റായിരുന്നത്. പക്ഷെ ഒരാൾ തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചു, ആ ഉദ്ദേശിച്ച സാഹചര്യവും സന്ദർഭമൊക്കെ അവൻ അങ്ങനെ ചെയ്യണം എന്നൊക്കെ തീരുമാനിച്ചു. അവിടെ എത്തിയപ്പോൾ അവൻ വിചാരിച്ചു ഇനി വേണ്ട, ചെയ്യേണ്ട, അത് ഒഴിവാക്കാമെന്ന് വിചാരിച്ചാൽ അവന്റെ മേലെ നന്മയായി രേഖപ്പെടുത്തും. വൈൻ ഹമ്മ ബിഹാ ഫഅമിലഹാ, ഇനി അവനാ ഉദ്ദേശിച്ച കാര്യം ചെയ്തു എന്ന് വിചാരിക്കുക. കതബഹുല്ലാഹു സയ്യിഅതൻ വാഹിദതൻ മുത്തഫഖുൻ അലൈഹി, മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. അവന്റെ മേലെ ആ തെറ്റ് എന്താണോ, അതിന്റെ ഗൗരവം എത്രയാണോ, ആ ഒരു തവണ ആ തെറ്റ് ചെയ്തതായിട്ട് രേഖപ്പെടുത്തും. നന്മയാണെങ്കിലോ അത് 10 ഇരട്ടി പ്രതിഫലം, 700 ഇരട്ടി, അതിന് ഇരട്ടികളായിട്ട് പ്രതിഫലം ഉണ്ടാവും. പക്ഷെ തെറ്റ് ചെയ്തതിന് എന്തുണ്ട്, ആ ഒരു തെറ്റായിട്ട് അവിടെ രേഖപ്പെടുത്തും എന്നുള്ളത് കാണാം. അപ്പോ ഇവിടെ പിന്നെ ഗൗരവമുള്ള ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഹദീസിന്റെ ഇമാം മുസ്ലിമിന്റെ റിവായത്തിൽ ഇത്ര കൂടി കാണാം, വൈൻ ഹമ്മ ബിഹാ ഫഅമിലഹാ കതബഹുല്ലാഹു സയ്യിഅതൻ വാഹിദതൻ എന്ന് കഴിഞ്ഞിട്ട് കാണാം ഔ മഹാഹാ,
ഒന്നായിട്ട് ഒരു തെറ്റായി രേഖപ്പെടുത്തും പറഞ്ഞല്ലോ. അതിന്റെ വേറെ റിവായത്തിൽ കാണാം, മുസ്ലിമിന്റെ റിവായത്തിൽ ഇത്ര കൂടി കാണാം, അതല്ലെങ്കിൽ അള്ളാഹു അത് മായ്ച്ചു കളയുന്നു. സുബ്ഹാനല്ലാഹ്. തെറ്റ് ചിന്തിച്ചു കഴിഞ്ഞത് ചെയ്തില്ല എങ്കിൽ നന്മയെ രേഖപ്പെടുത്തും. തെറ്റ് ചെയ്താൽ ഒന്നെങ്കിൽ ഒരു തെറ്റായിട്ട് രേഖപ്പെടുത്തും, അല്ലെങ്കിൽ അത് അള്ളാഹു തആല മായ്ച്ചു കളയും. എന്നിട്ട് ഇത്ര കൂടി ഹദീസിലുണ്ട്, വലാ യഹ്ലികു അലല്ലാഹി ഇല്ലാ ഹാലികുൻ, നശിച്ചവനല്ലാതെ അള്ളാഹുവിന്റെ അടുക്കൽ നാശം സംഭവിക്കുകയില്ല. അഥവാ അത്രയും നാശം പറ്റിയവനെ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നും അള്ളാഹുവിന്റെ പാപമോചനത്തിൽ നിന്നും നഷ്ടപ്പെട്ടവനായിട്ട് നാശം സംഭവിച്ചവനായിട്ട് മാറുകയുള്ളൂ എന്ന് പറയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ പാപത്തിന്റെ വിഷയത്തിൽ ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഈ പാപങ്ങൾ അത് ചെയ്യുന്ന സ്ഥലവും സമയവും എല്ലാം പരിഗണിച്ചുകൊണ്ട് അതിന്റെ ഗൗരവം കൂടും. ഇവിടെ പറഞ്ഞു തെറ്റ് ചെയ്താൽ ഒരു തെറ്റ് രേഖപ്പെടുത്തുള്ളൂ എന്നുള്ളത്. പക്ഷേ മറ്റു ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് ചെയ്യുന്ന ജമാനിന്റെയും മക്കാനിന്റെയും അടിസ്ഥാനത്തിൽ, അഥവാ അത് ചെയ്യുന്ന സമയം അതിന്റെ ഷറഫ്, അതിന്റെ ശ്രേഷ്ഠത, ഒരു പാപം ചെയ്യുന്ന സ്ഥലം അതിന്റെ ശ്രേഷ്ഠത. അതുപോലെ ഉദാഹരണത്തിന് ഒരാൾ മദ്യപിക്കുകയാണ്, അവന്റെ വീടിനകത്ത് അവന്റെ റൂമിനകത്ത് നിന്ന് മദ്യപിക്കുക വിചാരിക്കുക, അത് തെറ്റാണ്. അതേ ആള് മസ്ജിദിൽ മിമ്പറിന്റെ മേലെ നിന്ന് മദ്യപിക്കുക വിചാരിക്കുക, എന്ത് തെറ്റോ വിചാരിച്ചോളി അതിന് ചെയ്യാൻ. അപ്പൊ എന്തൊക്കെ ഓരോ മാറിയില്ലേ, മസ്ജിദാണത്. അതുപോലെ ഒരാൾ വേറെ ഏതെങ്കിലും നാട്ടിലൊരു തെറ്റ് ചെയ്യാണ്, അയാൾ വന്ന് മസ്ജിദുൽ ഹറമിൽ, കഅബയിൽ അല്ലെങ്കിൽ ഹറമിന്റെ പ്രദേശത്ത് വന്നിട്ട് അത് തെറ്റ് ചെയ്യാണ്, വ്യത്യാസമുണ്ട്. അതുപോലെ വേറെ ഏതെങ്കിലും മാസത്തിൽ ഒരാൾ തെറ്റ് ചെയ്യാണ്, റമളാനിൽ ഒരാൾ തെറ്റ് ചെയ്യാണ്. അപ്പോ അങ്ങനെ ഓരോന്ന് വ്യത്യാസമുണ്ട്. അപ്പൊ അങ്ങനെ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ആ സ്ഥലത്തിന്റെയും സമയത്തിന്റെയും ഷറഫിനനുസരിച്ചും, ഇനി അതല്ല ആ ചെയ്യുന്ന വ്യക്തിയുടെ ഷറഫിനനുസരിച്ചും. അപ്പൊ ഒരാൾ ഒരു മസ്ജിദിലെ ഇമാമും ഖത്തീബുമാണ്, അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ ആളുകൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ഉന്നതമായ സ്ഥാനത്തുള്ള ഒരാളാണ്, അയാൾ ചെയ്യുന്നൊരു തെറ്റും അതേസമയം സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ അയാൾ ചെയ്യുന്നൊരു തെറ്റും അതിന്റെ അടിസ്ഥാനത്തിലും എന്താവും, വ്യത്യാസപ്പെടും. അഥവാ അള്ളാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്തും അതുപോലെ അവന്റെ യോഗ്യതയും സ്ഥാനവും എല്ലാം പരിഗണിച്ചുകൊണ്ട് തെറ്റിന്റെ ഗൗരവം കൂടും. ഇതിന് തെളിവായിക്കൊണ്ട് ഉലമാക്കൾ പറയാറുള്ള ആയത്ത് സൂറത്തുൽ അഹ്സാബിലെ 30-31 ആയത്തുകൾ. يا نساء النبي من يأتي منكن بفاحشة مبينة يضاعف لها العذاب ضعفين وكان ذلك على الله يسيرا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പത്നിമാരെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പത്നിമാരോട്, നിങ്ങളിൽ ആരെങ്കിലും വ്യക്തമായ മ്ലേച്ഛമായ ഫാഹിഷത്ത് ചെയ്യുകയാണെങ്കിൽ യുദാഅഫു ലഹൽ അദാബു ബിഅഫൈൻ, ഇരട്ടി ശിക്ഷ നിങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ളത്. അതേസമയം ഇങ്ങനെ അത് കാരണം എന്താണ്, അവർക്ക് ഇരട്ടി ശിക്ഷ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പത്നിമാരാണ്, അവർക്ക് സ്ഥാനമുണ്ട്, ഷറഫുണ്ട്, അവർക്ക് സമൂഹത്തിൽ ഒരു സ്ഥാനവും മഹത്വവും, മുഅ്മിനീങ്ങളുടെ ഉമ്മമാരാണ്, അങ്ങനെ കുറെ ഫളലുണ്ട്. അതുകൊണ്ടാണ്. അതേസമയം ഒരു അള്ളാഹുവിനെ അനുസരണം കാണിച്ചാലോ, വമൻ യഖ്നുത് മിൻകുന്ന ലില്ലാഹി വറസൂലിഹി വതഅമൽ സാലിഹൻ നുഅ്തിഹാ അജ്റഹാ മർറതൈൻ വഅതദ്നാ ലഹാ റിസ്ഖൻ കരീമ. അള്ളാഹുവിന് മുമ്പിൽ അനുസരിച്ച് കീഴൊതുങ്ങുന്നവർക്ക് അവർക്ക് നന്മകൾ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലവും ഇരട്ടിയായിട്ട് അവർക്ക് ലഭിക്കും എന്നുള്ളതാണ്. അപ്പോ നല്ല സ്ഥാനത്തുള്ള ആളുകൾ ജനങ്ങൾക്ക് മാതൃകയായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ ഇഖ്ലാസോടുകൂടി ചെയ്യുമ്പോൾ അവർക്ക് അതിന്റെ പ്രതിഫലവും ഇരട്ടിയാണ്. അതുപോലെ തെറ്റ് ചെയ്താൽ അതിന്റെ ശിക്ഷയുമുണ്ട്. അത് ഒരു സ്ഥലത്തിനെ പരിഗണിച്ചിട്ടുണ്ടാകും, സമയത്തെ പരിഗണിച്ചിട്ടുണ്ടാവും, ചെയ്യുന്ന വ്യക്തിയെ പരിഗണിച്ചിട്ടുമുണ്ടാകും എന്ന് ഉലമാക്കൾ ഓർമ്മിപ്പിച്ചത് കാണാം. അടുത്ത ഹദീസ് നമ്മൾ ഒരുപാട് കേട്ട് പരിചയിച്ചിട്ടുള്ള ഹദീസാണ്, എന്നാൽ ഗൗരവമുള്ള ഒരുപാട് ചിന്തിക്കേണ്ട പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഹദീസാണ് ഈ ബാബിലെ അവസാനത്തെ ഹദീസ്. وعن أبي عبد الرحمن عبد الله بن عمر بن الخطاب رضي الله عنهما. ഉമർ റളിയല്ലാഹുവിന്റെ മകൻ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ കുഞ്ഞത്താണ് അബു അബ്ദുറഹ്മാൻ എന്നുള്ളത്. അദ്ദേഹം പറയുകയാണ്, ഖാല സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. യഖൂൽ, അവിടുന്ന് പറഞ്ഞു, ഇൻതലഖ സലാസതു നഫരിൻ മിമ്മൻ കാന ഖബ്ലകും ഹത്താ ആവാഹുമുൽ മബീതു ഇലാ ഗാരിൻ ഫദഖലൂഹു. നിങ്ങളുടെ മുമ്പുണ്ടായിരുന്ന, പ്രത്യേകിച്ചും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുള്ളത് ബനൂ ഇസ്രായേലുകളെ സംബന്ധിച്ചിട്ടാണ്, അതിൽപ്പെട്ട 3 ആളുകൾ അവർ ഒരു യാത്ര പോയി. അങ്ങനെ അവർ രാത്രിയിൽ തങ്ങാൻ വേണ്ടി ഒരു ഗുഹക്കകത്ത് പ്രവേശിച്ചു. ഒരു ഗുഹക്കകത്തേക്ക് അവർ പ്രവേശിച്ചു. ഫദഖലൂഹു, ആ ഗുഹക്കകത്ത് അവർ പ്രവേശിച്ചിട്ട് എന്തുണ്ടായി? فانحدرت صخرة من الجبل فسدت عليهم الغار. അവർ ഉണ്ടായിരുന്ന ആ ഗുഹ ഉണ്ടായിരുന്ന പർവ്വതത്തിന്റെ മുകളിൽ നിന്നൊരു പാറക്കല്ല് ഉരുണ്ടു വന്നുകൊണ്ട് ആ ഗുഹയുടെ
പ്രവേശന മാർഗം എന്താണോ ഉള്ളിലേക്ക് കടക്കാനുള്ള മാർഗത്തിൽ ഒരു തടസ്സമായി വന്നു വീണു. ഫഖാലു, അങ്ങനെ അവർക്ക് ഒരു കുറെ ശ്രമിച്ചു നോക്കി, ഉന്തി തള്ളി പുറത്തേക്ക് ഇതാക്കാനൊന്നും സാധിക്കുന്നില്ല. അങ്ങനെ അവർ പരസ്പരം പറഞ്ഞു, ഇന്നഹു ലാ യുൻജീകും മിൻ ഹാദിഹി സഖറതി ഇല്ലാ അൻ തദ്ഉല്ലാഹ തആല ബിസാലിഹി അഅമാലികും. അപ്പൊ അവരുടെ കഴിവ് കൊണ്ടും ശേഷി കൊണ്ടും അവർ ശ്രമിച്ചിട്ട് ഇനിയൊരു വഴിയില്ല. ഇനി ഈ പാറക്കല്ല് തള്ളി തുറക്കാനോ അതിൽ നിന്ന് രക്ഷപ്പെടാനോ ഒരു വഴിയും ഭൗതികമായ കാരണങ്ങളില്ല. അപ്പൊ പിന്നെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ട് സഹായം ചെലുത്താൻ സാധിക്കുന്നവൻ അള്ളാഹു മാത്രമാണ്. അള്ളാഹുവിനോട് തേടാൻ തീരുമാനിച്ചു. അപ്പൊ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ദുആ സ്വീകരിക്കപ്പെടാനുള്ള മാർഗങ്ങളിൽ പെട്ടതാണ് എന്തെങ്കിലും ഒരു കാര്യം വസീലയാക്കുക എന്നുള്ളത്. അഥവാ വസീലയാക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഉത്തമമായ നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ട്, വിശേഷണങ്ങളെ മുൻനിർത്തിക്കൊണ്ട്, അതുപോലെ ചെയ്ത സൽക്കർമ്മങ്ങളെ മുൻനിർത്തിക്കൊണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ട് വസീല ചെയ്യുക എന്നുള്ളത് ദുആ ഉത്തരം ചെയ്യപ്പെടാൻ ഉള്ള കാരണമാണ്. അതല്ലാതെ ഏതെങ്കിലും ആളുകളോട് പോയി ശുപാർശ ചോദിക്കലോ അതല്ല ഉദ്ദേശിക്കുന്നത്. അവനവൻ ചെയ്ത സൽക്കർമ്മങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവേ ഞാൻ ഇന്നൊരു കാര്യം ചെയ്തിട്ടുണ്ട് റബ്ബേ എന്നുള്ള നിലക്ക് അവർ ദുആ ചെയ്യാൻ തീരുമാനിച്ചു. അവർ പറഞ്ഞു, ഇനി നമുക്കിന്ന് രക്ഷപ്പെടാൻ അവർ പരസ്പരം പറയാണ്, നിങ്ങൾ ചെയ്ത സ്വാലിഹായ കർമ്മങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ദുആ ചെയ്യല്ലാതെ മാർഗമില്ല എന്ന് പറഞ്ഞു. ഖാല റജുലുൻ മിൻഹും, അങ്ങനെ ആ 3 ആളുകളിൽ ഓരോരുത്തരും എന്ത് തീരുമാനിച്ചു? അവരുടെ ദുആ അവർ ചെയ്ത അവർക്ക് ഏറ്റവും അള്ളാഹുവിന് വേണ്ടി ചെയ്തു എന്ന് തോന്നിയ കർമ്മങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ദുആ ചെയ്യാൻ തീരുമാനിച്ചു. അതിലൊരാൾ പറഞ്ഞു, അല്ലാഹുമ്മ കാന ലി അബവാനി ശൈഖാനി കബീറാൻ. അല്ലാഹുവേ, എനിക്ക് 2 മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. അബവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പാക്കും ഉമ്മാക്കും, മാതാപിതാക്കൾ എന്നുള്ള അർത്ഥത്തിലാണ് അബവാൻ എന്നുള്ള പദം ഉപയോഗിക്കാറുള്ളത്. 2 ഉപ്പ എന്നുള്ള അർത്ഥത്തിലല്ല. തഗ്ലീബ് എന്ന് പറയും അറബി ഭാഷയിലെ ഒരു നിയമമാണത്. അപ്പൊ എനിക്ക് വയസ്സായ മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. വകുൻതു ലാ അഗ്ബിഖു ഖബ്ലഹുമാ അഹ്ലൻ വലാ മാലൻ. ഞാൻ അവരെ കുടിപ്പിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അവർക്ക് പാല് കറന്ന്, ഞാൻ ജോലി കഴിഞ്ഞ് വന്ന് പാല് കറന്ന് കൊടുത്ത്, അല്ലെങ്കിൽ എന്ത് കാര്യമാണോ അവർക്ക് നൽകുന്നതിന് മുമ്പ് എന്റെ കുടുംബത്തിനോ എന്റെ സന്താനങ്ങൾക്കോ ഒന്നും ഞാൻ എന്ത് ചെയ്യാറില്ല, ഇത് നൽകാറില്ല. പിന്നെ ഈ കാര്യങ്ങൾ പാല് കറന്നുകൊണ്ടിട്ട് കൊടുക്കാനോ ഒന്നും ചെയ്യാറില്ല. അവർക്കാണ് ആദ്യം കൊടുക്കാറുള്ളത്. അങ്ങനെ ഞാനൊരു ദിവസം പോയപ്പോൾ കുറച്ച് ദൂരെ പോയി, അഥവാ വിറകൊക്കെ വെട്ടിക്കൊണ്ടുവന്ന് എടുക്കേണ്ട ആവശ്യത്തിനായിട്ട് പോയപ്പോ കുറച്ച് ദൂരെ പോകേണ്ടി വന്നു. ഫലം ഉരിഹ് അലൈഹിമാ ഹത്താ നാമാ. അങ്ങനെ ഞാൻ വന്നപ്പോ നേരം വൈകിട്ടാണ് വന്നത്. അപ്പോഴേക്കും അവർ ഉറങ്ങിപ്പോയി. ഫഹലബ്തു ലഹുമാ ഗബൂഖഹുമാ ഫവജദ്തുഹുമാ നായിമൈൻ. അങ്ങനെ ഞാൻ വന്നിട്ട് അവർക്ക് പാല് കറന്നെടുത്ത് പാത്രത്തിലായിട്ട് അവർക്ക് കൊണ്ടുവന്ന് കൊടുക്കാതിരുന്നപ്പോൾ അവരെ ഉറങ്ങുന്ന അവസ്ഥയിൽ ഞാൻ കണ്ടു. അവർ ഉറങ്ങിയിരുന്നു. അപ്പോഴേക്കും ഫകരിഹ്തു അൻ ഉഖിബഹുമാ വഅൻ അഗ്ബിഖ ഖബ്ലഹുമാ അഹ്ലൻ ഔ മാലൻ. അപ്പൊ അവർക്ക് കൊടുക്കുന്നതിന് മുമ്പ്, അഥവാ ഉപ്പാക്കും ഉമ്മാക്കും കൊടുക്കുന്നതിന് മുമ്പ് എന്റെ ഭാര്യക്കും മക്കൾക്കും കൊടുക്കാൻ എനിക്ക് എന്തുണ്ടായിരുന്നില്ല, എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാനത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവരെ ക്ഷണിപ്പിക്കാനും വയ്യ, അവർക്ക് മുമ്പ് വീട്ടിൽ കൊടുക്കാനും വയ്യ. ഫലബിസ്തു വൽ ഖദ്ഹു അലാ യദി. അങ്ങനെ ഞാൻ എന്റെ കയ്യിൽ കറന്ന പാലുമായിട്ട്, പാത്രവുമായിട്ട് ഞാൻ അവിടെ അങ്ങനെ കാത്തുന്നു അവരെണീക്കാൻ വേണ്ടി. അൻതളിർ ഇസ്തിഖാലഹുമാ ഹത്താ ബറഖൽ ഫജ്റു. അങ്ങനെ അവരെഴുന്നേൽക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തുനിന്നു. അങ്ങനെ ഫജ്ർ പിളർന്നു വന്നപ്പോൾ, അഥവാ പ്രഭാതമായപ്പോഴാണ് അവർ എഴുന്നേൽക്കുന്നത്. അതുവരെ ഞാനങ്ങനെ നിന്നു. എന്റെ കുട്ടികളാണെങ്കിൽ എന്റെ കാലിന്റെ ഭാഗത്ത് അവര് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവർക്ക് ആദ്യം കൊടുക്കാൻ വേണ്ടിയിട്ട്. അവർ ഭക്ഷണം കഴിച്ച് മക്കൾ വിശദീകരിക്കുമ്പോൾ പറഞ്ഞാൽ അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും, പക്ഷെ ഈ പാല് കുടിക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ കരഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അവർ രണ്ടുപേരും എഴുന്നേറ്റപ്പോ ഞാൻ കറന്ന പാല് അവരെ കൊണ്ട് കുടിപ്പിച്ചു, അവർക്ക് നൽകി. എന്നിട്ടാണ് പിന്നെ കുടുംബത്തിന് കൊടുത്തത് എന്നുള്ളത് പറയാം. അപ്പോ മാതാപിതാക്കൾക്ക് മറ്റുള്ളവരെക്കാൾ പ്രാധാന്യം കൊടുത്തു. ഇതൊരിക്കലും കുട്ടികളോടുള്ള ഹക്ക് വീട്ടിയില്ല എന്നുള്ള അർത്ഥത്തിലല്ല. ഇത് എക്സ്ട്രാ ഉള്ള കാര്യമാണ്. അഥവാ അടിസ്ഥാനപരമായിട്ടുള്ളതല്ല, എക്സ്ട്രാ പാല് കറന്നു കൊടുക്കാറുണ്ടായിരുന്നു. അപ്പൊ അതിനുവേണ്ടി കുട്ടികൾ കരഞ്ഞാണ്. അത് കിട്ടാൻ വേണ്ടി കുട്ടികൾ കരഞ്ഞപ്പോൾ അതാദ്യം ഉപ്പാക്കും മാക്കും കൊടുത്തിട്ട് മതി എന്ന നിലക്ക് ചെയ്തു എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. അല്ലാതെ കരഞ്ഞ കുട്ടികൾക്ക് അവരെ പട്ടിണി കിട്ടൂ എന്നുള്ളതല്ല ഈ ഹദീസിന്റെ ആശയം. അപ്പോ ഇവിടെ മാതാപിതാക്കൾക്ക് ആ ഒരു പ്രാധാന്യം, ആ ഒരു മുൻഗണന കൊടുത്തു. മാതാപിതാക്കളോടുള്ള ബിറിൽ പെട്ടതാണ്, അവരോടുള്ള ബഹുമാനത്തിൽ ഇക്രാമിൽ പെട്ട കാര്യമാണത്. ഇത് പറഞ്ഞതിന് ശേഷം ഈ വ്യക്തി പറഞ്ഞു, അല്ലാഹുമ്മ ഇൻ കുൻതു ഫഅൽതു ദാലിക ബിത്തിഗാഅ വജ്ഹിക്.
അല്ലാഹു ഇത് ഞാൻ ചെയ്തത് നിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ് എങ്കിൽ, അത് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് എങ്കിൽ ഫഫദ്രിജ് അന്നാ മാ നഹ്നു ഫീഹി മിൻ ഹാദിഹി സ്വഖറ, ഇതാ ഈ പാറക്കല്ല് അടിഞ്ഞിട്ട് ഞങ്ങൾ ഈ അപ്പെട്ട അവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്കൊരു തുറവി നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു. ഫൻഫറജത് ഷൈഅൻ ലാ യസ്തതിഊന അൽ ഖുറൂജ മിൻഹു, കുറച്ച് ആ കല്ലൊന്ന് നീങ്ങി, പക്ഷെ അവർക്ക് പുറത്ത് കിടക്കാൻ പറ്റിയ രീതിയിൽ നീങ്ങിയിട്ടില്ല. കുറച്ചൊന്ന് നീങ്ങുന്ന അവരറിഞ്ഞു, പക്ഷെ അവർക്ക് പുറത്ത് കിടക്കാൻ പറ്റിയ അവസ്ഥയിലായില്ല. ഖാല അൽ-ആഖർ, മറ്റേ ആള് രണ്ടാമത്തെ ആള് പറഞ്ഞു, അല്ലാഹുമ്മ ഇൻ കാനത് ലി ഇബ്നതു അമ്മിൻ കാനത് അഹബ്ബ അന്നാസ് ഇലയ്യ, അല്ലാഹു എനിക്ക് എൻ്റെ ഒരു പിതൃ സഹോദരന്റെ അഥവാ മൂത്താപ്പന്റെ എളാപ്പന്റെ ഒരു മകളുണ്ടായിരുന്നു. അവളെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവളോട് എനിക്ക് പ്രണയവും താല്പര്യവും ഇഷ്ടവും എല്ലാം ഉണ്ടായിരുന്നു. വഫീ റിവായത്തിൽ, മറ്റൊരു റിവായത്തിൽ, കുൻതു ഉഹിബ്ബുഹാ കഅശദ്ദി മാ യുഹിബ്ബു الرجال النساء, പുരുഷന് സ്ത്രീയോടുണ്ടാകുന്ന ഇഷ്ടത്തിൽ ഏറ്റവും കഠിനമായിട്ടുള്ള ഒരു ഇഷ്ടം എനിക്ക് അവളോടുണ്ടായിരുന്നു. അഥവാ സ്ത്രീകളോട് പൊതുവെ പുരുഷന്മാർക്ക് ഉണ്ടാകുന്ന താല്പര്യവും ഇഷ്ടവും പോലെ അവളോട് എനിക്കത് കഠിനമായിട്ടുണ്ടായിരുന്നു. ഫറദ്തുഹാ അലാ നഫ്സിഹാ ഫംതനഅത് മിന്നി, അങ്ങനെ ഞാൻ എന്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടി, അവളിൽ എന്റെ ശാരീരിക ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷെ അവൾ അതിന് തയ്യാറായില്ല, അവൾ അതിന് സമ്മതിച്ചില്ല. ഹത്താ അലമ്മത് ബിഹാ സനതുൻ മിനസ് സിനീൻ, അങ്ങനെ ചില സമയത്ത് ഒരു കാലം വന്നു, ദാരിദ്ര്യ കഷ്ടപ്പാടുള്ള, മറ്റ് മഴയില്ല, വരൾച്ച, ബുദ്ധിമുട്ട്, അങ്ങനത്തെയുള്ള കഷ്ടപ്പാടുള്ള സമയം വന്നപ്പോ ഫജാഅത്നി, അവൾ എന്റെ അടുക്കൽ വന്നു. അഥവാ ഈ ഇദ്ദേഹത്തിന്റെ അടുക്കൽ പണമുണ്ട്, സമ്പത്തുണ്ട്, ആ സ്ത്രീയുടെ ദാരിദ്ര്യമാണ്, ആ സ്ത്രീ കുറച്ച് പണം ചോദിച്ചു വന്നു. ഫഅതൈതുഹാ 20 ദീനാർ, അങ്ങനെ അവൾക്ക് 120 ദീനാർ കൊടുത്തു. ചോദിച്ചു, അവൾക്ക് ആവശ്യദാരിദ്ര്യം കഷ്ടപ്പാടായിട്ട് വന്നു, അപ്പൊ ചോദിച്ചു കൊടുത്തു. പക്ഷെ ഒരു കരാർ വെച്ചു ഇയാള്, അലാ അൻ തഖല്ലിയ ബൈനി വബൈന നഫ്സിഹാ ഫഫഅലത് ഹത്താ ഇദാ ഖദർതു അലൈഹാ, ഒരു നിബന്ധന വെച്ചിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവള് ഇവന്റെ ആഗ്രഹങ്ങൾക്ക് സമ്മതിച്ചു കൊടുക്കണം. അഥവാ ഇവൻ എന്താഗ്രഹമാണ് അവളുടെ മേലെ വെച്ചത് അതിന് സമ്മതിച്ചു കൊടുക്കുന്ന അവസ്ഥ ഉണ്ടായിരിക്കണം. ഫീ റിവായത്തിൽ, മറ്റൊരു റിവായത്തിൽ, ഫലമ്മാ ഖഅദ്തു ബൈന റിജ്ലൈഹാ, അങ്ങനെ അവർ ഒഴിഞ്ഞ് ആളുകൾ അറിയാതെ കാണാതെയുള്ള സ്ഥലത്ത് അവൾ നിർബന്ധിതയായി സമ്മതിച്ച് ശാരീരിക ബന്ധത്തിന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുമ്പോൾ ഖാലത്ത്, അവൾ പറഞ്ഞു, ഇത്തഖില്ലാ വലാ തഫുദ്ദൽ ഖാതമ ഇല്ലാ ബിഹഖ്ഹി, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹുവിനെ സൂക്ഷിക്കുക. എന്നിട്ട് പറഞ്ഞു, നിനക്ക് അർഹതയില്ലാത്ത ഒരു കാര്യത്തെ, അഥവാ അവളുമായിട്ടുള്ള ശാരീരിക ബന്ധം ഹക്കിന്റെ അടിസ്ഥാനത്തിലല്ലാതെ നീ അത് ചെയ്യരുത് എന്ന് നിനക്ക് പറഞ്ഞു. ഹക്കെന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ പുരുഷന് അനുവദനീയമാകുന്നത് വിവാഹം കഴിക്കണം, അല്ലെങ്കിൽ വലങ്കൈ ഉടമപ്പെടുത്തിയ അടിമയാകണം. ഇവരുടെ മേലെയാണ് ഒരു പുരുഷന് എന്തുള്ളത്, ശാരീരിക ബന്ധത്തിന് അനുവാദമുള്ളത്. അപ്പൊ ആ ഹക്കില്ലാതെ നീ ചെയ്യരുത് എന്ന് നിനക്ക് പറഞ്ഞു. അപ്പോ എല്ലാ രീതിയിലും തയ്യാറായിക്കൊണ്ട് അതിന്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ എത്തിയപ്പോഴാണ് ഈ വാക്ക് പറയുന്നത്. സ്വാഭാവികമായിട്ടും പുരുഷന്മാർക്ക് അവരുടെ മനസ്സിനെയും ശരീരത്തെയും നിയന്ത്രിക്കാൻ സാധിക്കാത്ത ഒരു ഘട്ടത്തിലാണ്. പക്ഷെ ഇത്തഖില്ലാ എന്ന് കേട്ടപ്പോൾ ഫൻസറഫ്തു അൻഹാ വഹിയ അഹബ്ബു الناس ഇലൈ, വ്യക്തി പറയാണ്, ഞാൻ അവളിൽ നിന്ന് എഴുന്നേറ്റ് പോന്നു. അഥവാ എല്ലാ രീതിയിലും തയ്യാറായിട്ടുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള അവസാന ഘട്ടത്തിൽ വരെ എത്തിയിട്ട് ആയിരുന്നു ഈ വാക്ക് പറഞ്ഞത്. അപ്പോൾ തന്നെ അവിടുന്ന് അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിച്ചപ്പോൾ അവിടുന്ന് തിരിച്ചു പോരുകയും എന്നിട്ട് പറയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പെണ്ണായിരുന്നു അവൾ, എന്നിട്ട് ഞാൻ പോന്നു. തറക്തു الذهب الذي اعطيتها, അവൾക്ക് നൽകിയ ആ സ്വർണം, ആ ദീനാർ ഞാൻ നൽകുകയും ചെയ്തു, തിരിച്ചു വാങ്ങിയില്ല. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഇൻ കുൻതു ഫഅൽതു ദാലിക ഇബ്തിഗാഅ വജ്ഹിക, അല്ലാഹു ആ തെറ്റിന്റെ എല്ലാ ഔന്നത്യത്തിലും എന്റെ ഇച്ഛകളെല്ലാം കീഴ്പ്പെട്ടു പോകുന്ന അവസ്ഥയിൽ എത്തിയിട്ടും ഞാനത് ഒഴിവാക്കിയത് നിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ് എങ്കിൽ ഫഫ്റുജ് അന്നാ മാ നഹ്നു ഫീഹി, ഞങ്ങളുടെ ഈ അവസ്ഥയിൽ നിന്ന് നമുക്ക് തുറവി നൽകണമേ. ഫൻഫറജത് الصخرة غير أنهما لا يستطيعون الخروج منها, വീണ്ടും ആ പാറക്കല്ല് കുറച്ച് നീങ്ങി, പക്ഷേ പുറത്തു കിടക്കാൻ പറ്റുന്ന അവസ്ഥ ആയിട്ടില്ല. وقال الثالث, മൂന്നാമത്തെ ആൾ പറഞ്ഞു, اللهم استأجرت أجراء وأعطيتهم أجرهم غير رجل واحد ترك الذي له وذهب, ഞാൻ ചില പണിക്കാരെ ചില ജോലികൾക്ക് വേണ്ടി വിളിക്കാറുണ്ടായിരുന്നു. അപ്പൊ അവർക്കുള്ള കൂലി ഞാൻ കൊടുക്കാറുണ്ട്, പക്ഷെ ഒരാൾ കൂലി വാങ്ങാതെ അയാൾ പോയി. فثمرت أجره حتى كثرت منه الأموال, അങ്ങനെ അയാളുടെ കൂലി അതുകൊണ്ട് ഞാൻ ചില കച്ചവടം ചെയ്യുകയും ആടിനെയും മാടിനെയും ഒക്കെ വാങ്ങുകയും അത് ആ സമ്പത്ത് വർദ്ധിച്ചു വരികയൊക്കെ ചെയ്തു. കുറെ ഉണ്ടായി, വലിയ അളവിൽ അത് വർദ്ധിച്ചു.
ഫജാഅനി ബഅദ ഹീനിൻ ഫഖാല, അങ്ങനെ കുറച്ച് കാലത്തിന് ശേഷം അയാൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, യാ അബ്ദുല്ലാഹ് അദ്ദി ഇലൈ അജ്രി, എന്റെ കൂലി നീ അതൊന്നും തന്നിട്ടില്ല, അതെനിക്ക് തരണം എന്ന് വന്ന ഇയാളോടൊന്ന് ചോദിച്ചു. ഫഖുൽതു, അപ്പോൾ അയാൾ പറഞ്ഞു, കുല്ലു മാ തറാ മിൻ അജ്രിക്. അപ്പോൾ അയാളുടെ ആ കൂലി കൊണ്ട് വാങ്ങിയ ആ കൃഷി നടത്തിയ അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടായ ലാഭങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം കാണിച്ചു കൊടുത്ത് പറഞ്ഞു, ഇതൊക്കെ നിന്റെ കൂലിയാണെന്ന് പറഞ്ഞു. മിനൽ ഇബിലി വൽ ബഖരി വൽ ഗനമി വർ റഖീഖ്, ഒട്ടകമുണ്ട്, പശുക്കളുണ്ട്, ആടുകളുണ്ട്, അടിമകളുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഫഖാല യാ അബ്ദുല്ലാഹ്, അപ്പോൾ ജോലിക്കാരൻ പറഞ്ഞു, യാ അബ്ദുല്ലാഹ് ലാ തസ്തഹ്സി ബിഹി, നീ എന്നെ കളിയാക്കാൻ നിൽക്കരുത് പറഞ്ഞു. ഞാൻ ചെയ്ത ആ ജോലിയുടെ കൂലി എന്താണോ അത് തന്നാൽ മതി, ഇനി കളിയാക്കരുത് പറഞ്ഞു. ഫഖുൽതു, അപ്പോൾ അയാൾ പറഞ്ഞു, ലാ അസ്തഹ്സി ബിഹി, ഞാൻ നിന്നെ കളിയാക്കിയതല്ല. ഫഅഖദഹു കുല്ലഹു ഫസ്തതാഖഹു ഫലം യസ്റുക് മിൻഹു ഷൈഅൻ, അയാൾ എന്ത് ചെയ്തു, അയാൾ അതൊക്കെ കൊണ്ടുപോയി, എല്ലാത്തിനെയും തെളിച്ചു കൊണ്ടുപോയി, ഒന്നും തന്നെ ബാക്കി വെച്ചില്ല. എന്തൊക്കെയാണ് എടുക്കാൻ പറഞ്ഞത് ഒക്കെ എടുത്തുകൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഇൻ കുൻതു ഫഅൽതു ദാലിക ബിതിഗാ വജ്ഹിക, അല്ലാഹുവേ അയാൾക്ക് വേണമെങ്കിൽ ആ കൂലി മാത്രം കൊടുത്തിട്ട് ഇതെനിക്ക് പിടിച്ചു വെക്കാറുണ്ട്, പക്ഷെ അയാളുടെ പണം കൊണ്ട് ചെയ്തതായതുകൊണ്ട് അതെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇത് ഞാൻ ചെയ്തത് നിന്റെ വജ്ഹ് ഉദ്ദേശിച്ചിട്ടാണ് എങ്കിൽ ഫഫ്റുജ് അന്നാ മാ നഹ്നു ഫീഹി, ഞങ്ങളുടെ ഈ അവസ്ഥയിൽ നിന്ന് ഒരു തുറവി നൽകണമെന്ന് പ്രാർത്ഥിച്ചു. ഫൻഫറജത്തി സ്വഖറതു ഫഖറജു യംശൂൻ, അങ്ങനെ ആ പാറക്കൽ നീങ്ങി പോവുകയും അവരവിടെ നിന്ന് നടന്നു പോവുകയും ചെയ്തു. മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസാണ്. ഒരുപാട് ചിന്തിക്കേണ്ട ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഹദീസാണിത്. ഇതിൽ ഫദ്ലുകൾ പറയുകയാണെങ്കിൽ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്നതിന്റെ ഗൗരവം ഈ ഹദീസിലുണ്ട്. പാപങ്ങൾ അതിന്റെ ഏറ്റവും സൗകര്യപ്രദമായ അവസ്ഥയിലെത്തിയിട്ടും ഇഷ്ടങ്ങൾ അതിന്റെ ഏറ്റവും ലഭിക്കാനുള്ള അവസ്ഥയിലെത്തിയിട്ടും അത് ഹറാമാണ് എങ്കിൽ അള്ളാഹിന് വേണ്ടി അത് ഒഴിവാക്കുന്നതിന്റെ ഫദ്ല്, നീതിപൂർവ്വം കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഫദ്ല്, സിദ്ഖോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഫദ്ല്, ഇതിൽ ചെയ്ത പ്രവർത്തനങ്ങൾ അതാണ്. പക്ഷെ ബാബുൽ ഇഖ്ലാസുമായി ഇതിൽപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കർമ്മമാവട്ടെ, അതൊരു മറ്റുള്ളവരോടുള്ള പുണ്യം ചെയ്യലാവട്ടെ, പാപങ്ങൾ ഒഴിവാവലാവട്ടെ, സൽക്കർമ്മങ്ങൾ ചെയ്യലാവട്ടെ, നീതി കാണിക്കലാവട്ടെ, അത് അള്ളാഹുവിന് വേണ്ടിയാവുക എന്നുള്ളതാണ്. കാരണം ഇവർ മൂന്നുപേരും പ്രാർത്ഥിച്ചത്, അള്ളാഹുവെ ഞാനത് ചെയ്തത് ഇബ്തിഗാ വജ്ഹിക്, നിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഇഖ്ലാസോട് കൂടിയുള്ള കർമ്മങ്ങൾ ആയിരിക്കണം. മറ്റൊന്ന്, ഇഖ്ലാസോട് കൂടിയാണ് കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നത് എങ്കിൽ നമ്മുടെ ഞെരുക്കത്തിൽ, നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ അല്ലാഹു തആല ഒരു തുറവി നമുക്കുണ്ടാക്കി തരും. അതിനു വേണ്ടി ആകാശവും ഭൂമിയും കടലും പർവ്വതങ്ങളും കല്ലുകളും എല്ലാം തന്നെ അള്ളാഹുവിന്റെ കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ മുന്നിൽ തടസ്സമായിട്ടുണ്ടെങ്കിൽ അത് മാറുന്നതാണ്. അപ്പൊ അത്രയധികം ഫദ്ലുള്ള കാര്യമാണ് ഇഖ്ലാസോടുകൂടി കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത്. അതിനെ തവസ്സുലാക്കി അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളത് നാം ചിന്തിക്കണം. ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു ഞെരുക്കത്തിൽ എന്താണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മുൻനിർത്തി തേടാനുള്ള അമലായിക്കൊണ്ട് നമ്മുടെ കയ്യിൽ എന്താണുള്ളത് എന്ന് നാം ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇത്രയുമാണ് ബാബുൽ ഇഖ്ലാസിൽ റിയാദുസ് സാലിഹിൽ കൊടുത്തിട്ടുള്ള ഹദീസുകൾ. അടുത്ത ബാബു തൗബ ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ നോക്കാം. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.